തിരുവനന്തപുരം കോർപ്പറേഷൻ ബജറ്റിലെ സുപ്രധാന പദ്ധതികളിലൊന്നായ PM ഭവന യോജന പദ്ധതിക്കായി മുഴുവൻ തുകയും ചെലവാക്കുന്നത് കോർപ്പറേഷനാണെന്നാണ് അവകാശവാദം. എന്നാൽ അങ്ങനെയല്ലെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പദ്ധതി BJPയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്ന് പരിശോധിച്ചു വരാം. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതിലപ്പുറം 1 രൂപയും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും സ്വപ്നവും ആർക്കും വേണ്ട. കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് PM ഭവനയോജന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമത്തിനിടെ മേയർ VV രാജേഷ് പറഞ്ഞതാണിത്. എന്നാൽ കോർപ്പറേഷൻ ബഡ്ജറ്റിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഭരണസമിതിയുടെ വാഗ്ദാനം ഇങ്ങനെ ആയിരുന്നില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24-ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS അവതരിപ്പിച്ച ബഡ്ജറ്റിലാണ് മുഴുവൻ തുകയും നഗരസഭ നൽകുമെന്ന പ്രഖ്യാപനം. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയല്ല. നഗരസഭയുടെ PMBY പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ തുക മാത്രമേ ഗുണഭോക്താക്കൾക്ക് ലഭിക്കൂ. തത്വത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് തിരുവനന്തപുരത്തും നടപ്പിലാക്കുന്നത്. ഇനി പദ്ധതി വിഹിതത്തിലേക്ക് കടന്നാൽ സ്വന്തമായി സ്ഥലമുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന തുക എത്രയാണെന്നും നമുക്ക് പരിശോധിക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു വ്യക്തിക്ക് പരമാവധി ലഭിക്കുക 10 ലക്ഷം രൂപയാണ്. സ്ഥലം വാങ്ങുന്നതിനായി ജനറൽ വിഭാഗത്തിന് പരമാവധി 5.25 ലക്ഷം രൂപ ലഭിക്കും. പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് ഇത് 6 ലക്ഷമാണ്. സ്ഥലമുള്ളവർക്ക് വീട് നിർമ്മിക്കാൻ ലഭിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതം, 2 ലക്ഷം തദ്ദേശ സ്ഥാപനം, 50,000 രൂപ സംസ്ഥാന സർക്കാർ എന്നിങ്ങനെയാണ് കണക്ക്. ബഡ്ജറ്റിൽ PMBY എന്നൊരു പദ്ധതി ഉണ്ടെങ്കിലും അതിനൊരു മാർഗരേഖ ഇതുവരെയും നഗരസഭ തയ്യാറാക്കിയിട്ടില്ല. ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതി നഗരസഭയുടേതാക്കി മാറ്റി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് താനും. പദ്ധതിയുടെ പേര് മാറ്റി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. മറുപടി പറയേണ്ടത് BJP ഭരണസമിതിയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷിബു ചെടിച്ചേരിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം.